കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുണ്ടായിരുന്ന ഒരു ഫ്രൂട്ടായിരുന്നു കേട്ടോ ഈ പപ്പായ. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമാക്കാറുണ്ടായിരുന്നില്ല. പഴുത്തിട്ട് തന്നെ കൊഴിഞ്ഞു പോക്കുമൊക്കെ ആയിരുന്നേ. ഇപ്പോൾ അതാ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കൂടുതൽ അറിഞ്ഞു വരും തോറും നമുക്ക് വീട്ടിലില്ല. ഇതിപ്പോൾ അടുത്ത വീട്ടിലൊരു ചേച്ചി തന്നതാണേ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള പപ്പായ. ഉള്ളിൽ കുരുവൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചും കൂടെ നല്ലത് ഉള്ളിൽ കുരുവുള്ള പപ്പായയാന്ന് ഞാൻ കേട്ടിട്ടുണ്ടേ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പപ്പായ കഴിക്കാറുണ്ട്. ഇപ്പോൾ എവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ടൗണിൽ നിന്നാണെങ്കിലും വാങ്ങിക്കാറുണ്ട്. ഇവിടെ ടൗണിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. സൺഡേ അല്ലേ, അപ്പോൾ ഇന്ന് അച്ഛൻ ടൗണിൽ പോയപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എനിക്കും ഇവിടെ കൊച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഈ പാർട്സ് ഐറ്റംസ് ഇല്ലേ, അപ്പോൾ അതും കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വരട്ടാൻ വേണ്ടിയിട്ടേ കുറച്ച്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടമല്ല. അപ്പോൾ അതെല്ലാം ഞാൻ വൃത്തിയാക്കി അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി പാചകമൊക്കെ അമ്മയാണ്. ഇത് അടുത്ത വീട്ടിലുള്ള പൂച്ചക്കുട്ടിയാണ് കേട്ടോ. കുട്ടിയൊന്നുമല്ല, ഒരു 1.5 കണ്ടനാണ്. ചിക്കനും മീനും ഒക്കെ കറി വയ്ക്കുമ്പോൾ ഇഷ്ടംപോലെ കറിവേപ്പില ചേർക്കാറുണ്ട്. അങ്ങനെ ഉച്ചയൂണൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറും പപ്പടവും ക്യാബേജ് തോരനും ചിക്കൻ്റെ കറി.